മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്ത് ഗോൾഡും സിൽവറും ആയിരിക്കും. സിൽവർ ഏകദേശം 20% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് 10% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. MCXൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 72,000 രൂപയുടെ ഡിഫറൻസ് ഒക്കെയാണ് സിൽവറിൽ ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് ഇത്രയേറെ വലിയ കറക്ഷൻ ഉണ്ടാവാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. നിലവിൽ അമേരിക്കയിലെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജെറം പോളാണ്. അദ്ദേഹത്തിൻ്റെ ടേം ഏകദേശം കഴിയാറായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുതിയൊരാളെ നോമിനേറ്റ് ചെയ്തപ്പോൾ പുതിയ വരാൻ പോകുന്ന ആൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഹൈ ആക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മാർക്കറ്റിനുള്ളത്. അതുകൊണ്ടാണ് ഗോൾഡും സിൽവറൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. മെയിനായി പറയുകയാണെങ്കിൽ ഗോൾഡ് കറക്റ്റ് ചെയ്യാനുള്ള കാരണം അതാണ്. കാരണം തീർച്ചയായിട്ടും ഡോളർ സ്ട്രെങ്തൻ ആകുമ്പോൾ ഗോൾഡ് വീക്കൻ ആവും. അതങ്ങനെയാണല്ലോ പൊതുവേ. മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ പുതുതായി വരാൻ പോകുന്ന ആൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളർ സ്ട്രെങ്തൻ ആവും. സോ ആ ഒരു സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഗോൾഡ് ഇത്ര ദിവസം നല്ല രീതിക്ക് റാലി ആയിരുന്നല്ലോ. സോ അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രോഫിറ്റ് ബുക്ക് സിറ്റുവേഷനാണ് മാർക്കറ്റിൽ നിലവിൽ നടക്കുന്നത്. പക്ഷേ ലോങ് ടൈമിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു കറക്ഷൻ ഒരു ഹെൽത്തി കറക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിക്കൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കറക്ഷനാണ്. സോ മാർക്കറ്റിലെ ഈ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഗോൾഡിലാണെങ്കിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.